ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ എസ് ദേവനന്ദ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വ്യാഴത്തിന്റെ രാശിമാറ്റത്തെ കുറിച്ചാണ്. 2024-25 സമയത്ത് നടക്കുന്ന വ്യാഴത്തിന്റെ രാശിമാറ്റം. മെയ് 1 തീയതിയാണല്ലേ രാശി മാറുന്നത്. മെയ് 1 രാശി എങ്ങോട്ടാണ്? മീനം രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്കാണ് എന്താ വ്യാഴത്തിന്റെ ഗുരു അല്ലെ ബൃഹസ്പതിയുടെ രാശി മാറ്റം എന്ന് പറയുന്ന പൊതുവെ വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹമാണ്. സോ എന്താണ് എല്ലാവർക്കും നല്ല ഫലങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴമാണ് അല്ലെ. ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് അതിൻ്റെതായ പ്രത്യേകത ഉണ്ട്. പൊതുവെ പണപരമായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തിക ധന സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ പൊതുവെ നേട്ടങ്ങൾ നൽകുന്ന വ്യാഴമാണ്. ഓക്കെ, നേട്ടങ്ങൾ നൽകുന്ന വ്യാഴമാണ്. അപ്പൊ എല്ലാവർക്കും നൽകുമോ? നമുക്ക് വലിയ മനസ്സിലാക്കാം. അപ്പൊ ഓരോ കൂറുകാരുടെ ഫലം നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. അപ്പം ഒന്നെങ്കിൽ വ്യാഴം എന്ത് ചെയ്യും, നല്ല സാമ്പത്തികമായിട്ട് നമുക്ക് ഉയർച്ച നൽകും, അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ വരുത്തും. അതാണ് ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്താണ് പൊതുവെ വീഡിയോയിലേക്ക് കിടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. ചിങ്ങരാശി, ഇവർക്ക് 9ാം സ്ഥാനത്ത് നിന്ന വ്യാഴം 10ാം രാശിയിലേക്കാണ് മാറുക. 5, 8 ഭാവാധിപനാണ് വ്യാഴം എന്ന് പറയുന്നത്. അപ്പം ഭാഗ്യസ്ഥാനത്ത് നിന്നും കർമ്മസ്ഥാനത്തിലേക്കാണ് വ്യാഴത്തിന്റെ രാശിമാറ്റം എന്ന് പറയുക. അതുപോലെ തന്നെ ശനി എന്ന് പറയുന്ന ഇവർക്ക് 7-ലും രാഹു കേതുക്കൾ എന്ന് പറയുന്നത് 2 8-ലായിട്ടാണ് നിൽക്കുക. പൊതുവെ ഇവർക്ക് അത്ര നല്ല സമയമൊന്നുമല്ല. ഭയങ്കര ഒരു ഇത്ര രാശിയെ വെച്ച് നോക്കാം. നമ്മളിപ്പോ ഫലം പറഞ്ഞ രാശികളിലെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരുടെ രാശിയാണ് എന്താ കുറച്ച് മോശ ഫലത്തെ കൂടുതലായിട്ട് പ്രദാനം ചെയ്യുക. ഓക്കെ, കൂടുതൽ ദോഷഫലങ്ങളെ അനുഭവിക്കാൻ സാധ്യത കൂടുതൽ എന്താണ് ചിങ്ങരാശിക്കാരായിരിക്കും. ഇവർക്ക് ജോലിയിലൊക്കെ ഓരോ ആ പൊസിഷൻ മാറാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഭയങ്കരമായിട്ട് ആ ചെയ്യുന്ന തൊഴിലിനൊക്കെ ഒരു വ്യത്യാസങ്ങൾ വരുത്തുക, ഡീപ്രമോഷൻ വരിക, ഇതൊക്കെ സാധ്യത കൂടുതലാണ്. തൊഴിൽ സമുദായം ബിസിനസ് കാര്യങ്ങളിലൊക്കെ ആയെങ്കിലും ഒരു മാറ്റം വരുത്താൻ സാധ്യത കൂടുതലാണ്, മാറ്റം കൊണ്ടുവരാൻ സാധ്യത കൂടുതലായിട്ടുള്ള സമയമാണ്. നമുക്ക് 2-ല് എന്താണ് കന്നി രാശിയിൽ എന്താണ് കേതു ഉണ്ട് അല്ലെ. 2-ലെ കേതു നമുക്ക് പൊതുവെ കുടുംബ സംബന്ധമായിട്ടും ആരോഗ്യ സംബന്ധമായിട്ടും ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുമെങ്കിൽ പോലും വ്യാഴം എന്ത് ചെയ്യും, അതിനെ പരിഹരിക്കും. വ്യാഴത്തിന്റെ ദൃഷ്ടി നമുക്ക് 2-ലേക്കുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു കുടുംബ സംബന്ധമായിട്ടും ആരോഗ്യ സംബന്ധമായിട്ടും ഉണ്ടായിരുന്ന ഒരു ഡിസ്റ്റർബൻസ് നമുക്ക് ഇല്ലാതെയാക്കി തരും. ഓക്കെ, ആ ഒരു കാര്യങ്ങളിലൊക്കെ നമുക്ക് നല്ലൊരു ഫലത്തെ വ്യാഴം പ്രദാനം ചെയ്യും. അതുപോലെ തന്നെ ഭവന സംബന്ധമായിട്ടുള്ളത്, വാഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതൊക്കെ എന്ത് ചെയ്യും, ഒന്ന് പരിഹരിച്ചു. വാഹനം ഇല്ല എന്നൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരം പോലെ നമുക്കൊരു വാഹനം സെക്കൻഡ് ഹാൻഡ് ആയാലും വാങ്ങാൻ പറ്റുക. നമുക്കൊരു വാഹനം ഉണ്ടെങ്കിൽ ആ വാഹനത്തിന് റിപ്പയറിംഗ് ഉണ്ടെങ്കിൽ ആ വാഹനം റിപ്പയറിംഗ് നടത്താൻ സാധിക്കും. ഒരു ഭവനം ഇല്ലെങ്കിൽ ആ ഭവനം നിർമ്മിക്കുകയും, ഭവനം ഉണ്ടെങ്കിൽ ആ ഭവനം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് അതൊന്ന് പരിഹരിച്ചെടുക്കാനും, അല്ലെങ്കിൽ ഒരു വാടക വീട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ റെന്റ് വാഹനം എടുക്കണം, ഇതിനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളിലേക്ക് വരും. ആ ഒരു പ്രശ്നം എന്നൊരു സംഭവത്തിനെ പരിഹരിക്കാനുള്ള സിറ്റുവേഷനിലേക്ക് വ്യാഴം കൊണ്ടുവരും. ശത്രുക്കള്, കടങ്ങള്, ആരോഗ്യ സംബന്ധമായുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്നും എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ശത്രുക്കളൊക്കെ എന്താണ് അവരുടെ ഒരു കാര്യം മനസ്സിലാവും. ഓക്കെ, അവരവരുടെ കാര്യം നോക്കി നടക്കും. നമ്മുടെ പാതയിൽ അവർ വരുന്നില്ല, നമ്മൾ എന്തില്ല അവരുടെ പാതയിൽ പോകണ്ട എന്നൊരു സിറ്റുവേഷനിലേക്ക് ശത്രുക്കൾക്ക് മനസ്സിൽ തോന്നും. കടങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്താൽ അതൊന്ന് കുറയ്ക്കാൻ സാധിക്കും കേട്ടോ. ഇപ്പൊ ജീവിതത്തിലായാലും നമുക്കൊരു പാഠം പഠിപ്പിക്കാൻ അല്ലെ പഠിച്ചു കിട്ടാനൊക്കെ പറ്റുന്ന സമയമായിരിക്കും. ഞാൻ പറഞ്ഞു, നേരത്തെ വീഡിയോ പറയേണ്ട വ്യാഴം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ദോഷഫലത്തെയല്ല പ്രദാനം ചെയ്യുക. നമുക്ക് ഓരോ കാര്യങ്ങളും ഒരു പാഠമാണ് നൽകുക. ഒന്നെങ്കിൽ നല്ല ഫലത്തെയായിരിക്കും പ്രധാനം, അല്ലെങ്കിൽ നമുക്കത് ജീവിത പാഠമായിരിക്കും നമ്മെ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പം ചിങ്ങത്തിലെ വ്യാഴം എന്ന് പറയുന്നത് യോഗകാരകനാണ്. ഇവർക്ക് 5, 8 ഭാവാധീനാണ് വ്യാഴം എന്ന് പറയുന്നത്. അപ്പൊ ചിങ്ങത്തിലെ വ്യാഴം എന്ന് പറയുന്നത് യോഗകാരകനാണ്. അപ്പൊ തൊഴില്, ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ നമുക്കൊരു പൊസിഷൻ, അതുപോലെ തന്നെ പ്രൊഫഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ ചെറിയ രീതിയിലൊക്കെ ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും. കാരണം ഈ ഒരു സംഭവങ്ങൾ തൊഴില്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ പ്രൊഫഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു വ്യാഴമാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. മറ്റുള്ള കാര്യങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമായിട്ട് ബാധിച്ചെന്ന് വരില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. തൊഴിലുണ്ടായ തൊഴിൽ കാത്തു സൂക്ഷിക്കുക. അവിടെ ഈ ഒരു വർഷം ഇങ്ങനെയൊക്കെ പിടിച്ചേക്കാൻ ശ്രമിക്കുക. പെട്ടെന്ന് തൊഴിൽ മാറ്റം നടത്തുക എന്ന് പറയുന്നത്, ഒരു തൊഴിൽ മാറി വേറെ തൊഴിൽ പോകുന്ന നല്ല തൊഴിലാവണമെന്ന് നിർബന്ധമില്ല. അത് നമ്മുടെ ജാതകത്തെയും കൂടെ അനുബന്ധിച്ചിരിക്കും. നമ്മുടെ ജാതകത്തിൽ വ്യാഴം എവിടെയാണ്, നമുക്ക് ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെ, നമുക്ക് അത് യോഗങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ പേഴ്സണലി നമ്മുടെ ജാതകം ഒന്ന് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് അനുകൂലമായ നമ്മുടെ ഒരു പേഴ്സണലി ഒരു പ്രഡിക്ഷൻ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ആണല്ലോ. അപ്പം ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയൊക്കെയാണ് പൊതുവെ ചിങ്ങം രാശിയെ സംബന്ധിച്ചോളം വ്യാഴ രാശി മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഫലങ്ങൾ എന്ന് പറയുക. അപ്പൊ ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് എന്താണ് മീനം മുതൽ മീനം വരെയുള്ള ആളുകളുടെ ഫലം എന്ന് പറയുന്നത്. പൊതുവെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കമന്റ് റിപ്ലൈ നൽകുകയോ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം.
അതുപോലെ തന്നെ നമ്മുടെ നക്ഷത്രവും പേരും താഴെ കമന്റ് ചെയ്യാൻ, നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് വഴിപാടുകൾ ചെയ്യാവുന്ന കേട്ടോ. നിങ്ങളെയും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായിരിക്കും കേട്ടോ, പേരും നക്ഷത്രവും. അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയറും ചെയ്യുക.